സങ്കരരൂർ എന്ന ഗ്രാമത്തിൽ ടിന്റു, സോമു, ചേട്ടൻ അനിയൻ അവരുടെ അമ്മയുടെ കൂടെ ജീവിച്ചു വന്നിരുന്നു. സോമു വലിയവൻ, ടിന്റു ചെറിയവൻ. അമ്മേ, നിങ്ങൾ ചേട്ടന് സൈക്കിൾ വാങ്ങിക്കൊടുത്തില്ലേ? എനിക്ക് ബൈക്ക് വാങ്ങിത്തരണം. മോനെ, സൈക്കിളിന് കുറഞ്ഞ പൈസ ഉള്ളൂ. ബൈക്കിന് കൂടുതൽ പൈസ ആകും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്തായാലും വാങ്ങിത്തരണം. ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കഴിക്കില്ല. ടിന്റുവിന്റെ വാശി കൊണ്ട് അവന്റെ അമ്മ അവനക്ക് ബൈക്ക് വാങ്ങിക്കൊടുത്തു. സോമുവിനു പഠിക്കാൻ വലിയ താൽപര്യം ഇല്ലാത്തതുകൊണ്ട് അവന്റെ അമ്മ അവനുക്ക് ഒരു പെണ്ണിനെ നോക്കി കല്യാണം കഴിപ്പിച്ചു. സോമു അവരുടെ വയലിൽ നല്ലോണം പണിയെടുക്കും. ടിന്റു ആണെങ്കിൽ +2 പാസ്സായി. അമ്മേ, എനിക്ക് കോളേജ് പഠിക്കാൻ വേണ്ടി സിറ്റിയിലേക്ക് പോകണം. നമ്മുടെ നാട്ടിൽ തന്നെ കോളേജ് ഉണ്ടല്ലോ. ടൗണിൽ പോയാൽ നല്ല പൈസ ആകും. ചിലവുകൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് നീ ഇവിടെ തന്നെ പഠിച്ചാൽ മതി. എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പഠിക്കാൻ എനിക്ക് എങ്ങനെങ്കിലും ടൗണിലേക്ക് പോകണം. ടിന്റുവിന്റെ അമ്മ വീണ്ടും അവന്റെ വാശി കാരണം പോകാൻ സമ്മതം കൊടുത്തു. ടിന്റു ടൗണിലേക്ക് പഠിക്കാൻ പോയി. പക്ഷേ ടൗൺ കണ്ടതും ടിന്റുവിന് പഠിക്കാൻ ഇഷ്ടമില്ലാതായി. അവൻ അവന്റെ ഫ്രണ്ട്സും കറങ്ങാൻ എവിടേക്കെങ്കിലും പോകും. സിനിമ തിയേറ്ററിൽ പോയി പടം കാണും. ഫ്രണ്ട്സുകളുടെ കൂടെ പാർട്ടിയിലേക്കും പോകും. 2 വർഷം ടിന്റു ഇതേ ജീവിതം തുടർന്നു. ഒരു ദിവസം സോമുന്റെടുത്ത് നിന്ന് ടിന്റുവിന് ഒരു ഫോൺ കാൾ വന്നു. ടിന്റു, അമ്മക്ക് തീരെ സുഖമില്ലാതെ കിടപ്പിലാണ്. നിന്നെ കാണണം എന്നു പറയുന്നുണ്ട്. വേഗം വീട്ടിലേക്ക് വരണം. എന്നെ കൊണ്ട് വരാൻ കഴിയില്ല. നിന്റെയും അമ്മയല്ലേ, നീ നോക്കിയാൽ മതി. ഞാൻ ഇവിടെ ഭയങ്കര തിരക്കിലാണ്. മോനെ സോമു, എനിക്ക് എങ്ങനെയെങ്കിലും ടിന്റുവിനെ ഒന്ന് കാണണം. അമ്മക്ക് തീരെ വയ്യാതെ ആവുകയാണ്. ടിന്റു വീട്ടിലേക്ക് വന്നതേയില്ല. അവന്റെ അമ്മക്ക് ആണെങ്കിൽ അസുഖം കൂടുതലാക്കാൻ തുടങ്ങി. അവന്റെ അമ്മയാണെങ്കിൽ മരിക്കുകയും ചെയ്തു. ഒരു ദിവസം ടിന്റു സോമുവിന് വിളിച്ചിട്ട് പറഞ്ഞു. സോമു, എന്താ ഇത്രക്ക് കുറച്ചു പൈസ മാത്രം അയക്കുന്നത്? നിനക്കറിയുന്നതല്ലേ ടൗണിൽ നല്ല പൈസ ആകും എന്നുള്ളത്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഒക്കെ നിനക്ക് അയക്കുന്നുണ്ട്. ഈ പ്രാവശ്യം മഴ നല്ലോണം വന്നത് കൊണ്ട് കൃഷി ഒക്കെ വെള്ളത്തിലായി. പച്ച നുണയാണ് നീ പറയുന്നത് എന്ന് എനിക്ക് അറിയാം. ഒരു ദിവസം ടിന്റു ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് അവന്റെ വീട്ടിലേക്ക് വന്നു. ടിന്റു, എത്ര ദിവസമായി നീ ഇങ്ങോട്ട് വന്നിട്ട്? അമ്മ മരിച്ചപ്പോൾ പോലും നീ വന്നില്ലല്ലോ. കല്യാണം കഴിച്ചതൊന്നും പറഞ്ഞില്ലല്ലോ. അതെ ചേട്ടാ, പെട്ടെന്നായിരുന്നു കല്യാണം. എനിക്ക് ചേട്ടനെ വിളിക്കാത്തതിൽ നല്ല സങ്കടമുണ്ട്. ടിന്റു ഒരു ബാഗ് കൊടുത്തിട്ട് പറഞ്ഞു. ചേട്ടാ, ഇതിൽ എനിക്ക് കോളേജിലേക്ക് ആവശ്യമുള്ള കുറച്ചു പേപ്പറുകൾ ഉണ്ട്. അതിൽ ഒന്ന് സൈൻ ഇട്ടു തരണം ചേട്ടാ. സോമു അവന്റെ മേലിലുള്ള വിശ്വാസം കൊണ്ട് അതിൽ സൈൻ ഇട്ട് കൊടുത്തു. വളരെ നല്ലതായി. ഇനി നിങ്ങളും നിങ്ങളുടെ ഭാര്യയും എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ട് ഇറങ്ങിക്കോ. ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നോ അറിയോ? ഈ വീടും സ്ഥലവും ഒക്കെ എനിക്കാണ് സ്വന്തം എന്ന്. ഇനി എന്റെ ടൈം നീ വേസ്റ്റ് ആക്കരുത്. നീയും നിന്റെ വൈഫും എത്രയും പെട്ടെന്ന് വീട് വിട്ട് ഇറങ്ങണം. പാവം സോമുവും അവന്റെ ഭാര്യയും റോട്ടിൽ ഒരു ടെന്റ് ഇട്ട് ജീവിച്ചു. ഇനി നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഉണ്ടായിരുന്ന വീടും സ്ഥലവും ഒക്കെ പോയി. ഇനി ആരാണ് നമുക്ക് ഉള്ളത്? നീ ഒന്ന് കൊണ്ടും വിഷമിക്കണ്ട സീത. ഞാൻ കാട്ടിലേക്ക് പോയിട്ട് കുറച്ചു മരം വെട്ടിയിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പൈസ വാങ്ങിയിട്ട് വരാം. അടുത്ത ദിവസം മുതൽ സോമു മരം വെട്ടാനായിട്ട് കാട്ടിലേക്ക് പോയി. അവനും മരം വെട്ടിയിട്ട് നല്ല വിറകുകൾ ഒക്കെ ഉണ്ടാക്കി. നല്ല ക്ഷീണത്തിലായിരുന്നു സോമു. കുറച്ചു പോയപ്പോൾ ഒരു കിണർ കണ്ടു. സോമു ആ കിണറിൽ എത്തി നോക്കിയിട്ട് ആ കിണറിൽ വെള്ളം ഇല്ല എന്ന് കണ്ടപ്പോൾ അതിലേക്ക് ചാടി. ആ കിണറിനുള്ളിൽ ഒരു ചന്ദന മരം ഉണ്ടായിരുന്നു. ആ മരം വെട്ടിയിട്ട് കടയിലേക്ക് വേഗം പുറപ്പെട്ടു. അതു വിറ്റിട്ടാണെങ്കിൽ നല്ലൊരു പൈസ സോമുവിന് കിട്ടി. വളരെ സന്തോഷത്തോടെ സോമു ആ പൈസ കൊണ്ട് സാധനങ്ങൾ ഒക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. എല്ലാ ദിവസവും അതു തുടർന്നു.
മാർക്കറ്റിൽ കൊണ്ടുപോയി നല്ല പൈസക്ക് കൊടുക്കും. ആ പൈസ കൊണ്ട് സോമു നല്ലൊരു വീട്, സ്ഥലം, വാഹനം ഒക്കെ മേടിച്ചു. നല്ല സുഖകരമായ ജീവിതമായി അവർക്ക്. അതേസമയം ടിന്റുവിന് വ്യവസായം ചെയ്യാൻ അറിയാതെ അവന്റെ വീടും സ്ഥലവും വിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. എവിടേക്കെങ്കിലും പോയിട്ട് പൈസ സമ്പാദിച്ചിട്ട് വാ, ഇല്ലെങ്കിൽ നിന്നെ ഡിവോഴ്സ് ചെയ്യും. എനിക്ക് എന്തായാലും പൈസ വേണം. സോമുവിന്റെ ഉയർച്ച കണ്ടിട്ട് ടിന്റുവിന് അസൂയ വന്നു. ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് ടിന്റു അറിയാതെ പോയി. സോമുവും അവന്റെ ഭാര്യയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നു നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നതിന് കാരണം ആ ചന്ദന മരമാണ്. കാട്ടിൽ ഒരാളെ കണ്ടു. അയാൾ പറഞ്ഞു ആ ചന്ദനമരത്തിന് മന്ത്രശക്തിയുണ്ടെന്ന്. ഓ, ആ കിണറ്റിലുള്ള ചന്ദനമരത്തിന് അങ്ങനെ ഒരു അത്ഭുതമുണ്ടല്ലേ? അവൻ കാട്ടിലേക്ക് പോയി ചുറ്റിത്തിരുന്ന് അവസാനം ചന്ദനമരമുള്ള സ്ഥലം കണ്ടെത്തി. അതാ അതിന്റെ ഉള്ളിൽ ചന്ദനമരം. എങ്ങനെയെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അതൊക്കെ വെട്ടി കടയിൽ കൊടുത്തിട്ട് എനിക്കും അവന്റെ പോലെ പണക്കാരനാക്കണം. ടിന്റു കിണറിലേക്ക് ചാടി. പക്ഷേ പെട്ടെന്ന് തന്നെ ആ മരം കാണാതായി. മാത്രമല്ല ആ കിണറിൽ വെള്ളം നിറയുകയും ചെയ്തു. അതിൽപ്പെട്ട് അവൻ മരിച്ചു പോവുകയും ചെയ്തു.